സർക്കാർ പ്ലാൻ ഫണ്ട് നൽകാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണസ്തംഭനം. കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു മുടങ്ങുകയും ഈ വർഷം ആദ്യ ഗഡു നൽകുന്നത് വൈകുന്നതുമാണ് ആരോഗ്യക്ഷേമ പദ്ധതികളെ ബാധിക്കാനിടയാക്കിയത്. അതേസമയം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ടാണെന്ന് കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു നൽകാൻ സാധിക്കാതെ പോയെന്ന് മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് വിഹിതം 3 തവണകളായാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാന ഗഡു ഇടതു സർക്കാർ നൽകിയിരുന്നില്ല. പിന്നാലെ അധികാരത്തിലെത്തിയ വി ഡി സതീശൻ സർക്കാർ നൽകേണ്ട ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ ഗഡു അനുവദിക്കുന്നതും അനന്തമായി നീളുകയാണ്. ആദ്യം ലഭിക്കുന്ന പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ആരോഗ്യക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. തനത് ഫണ്ട് കുറവുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഇതോടെ പ്രതിസന്ധിയിലായി. കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആശ്വാസകിരണം പദ്ധതിയും ഭിന്നശേഷി സ്കോളർഷിപ്പും അവതാളത്തിലായി. പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മരുന്ന് വാങ്ങലും ഈ തുകയെ ആശ്രയിച്ചാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 3ാം ഗഡു ഫണ്ട് ലഭ്യമാകാത്തതിന്റെ ഒരു ക്രൈസിസും, അതുപോലെ തന്നെ ഇപ്പോൾ പ്ലാൻ ഫണ്ട് നമുക്ക് 1ാം ഗഡു ലഭ്യമാകാത്തതിന്റെ ക്രൈസിസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വല്ലാത്ത സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന സാഹചര്യമാണ്. UDF സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകാത്തതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു നൽകാൻ കഴിയാതെ പോയതെന്നാണ് മുൻ മന്ത്രിയുടെ വിശദീകരണം. പ്രശ്നം വന്നത് തെരഞ്ഞെടുപ്പ് വന്നു, പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. അപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷന്റെ അനുമതിക്ക് വേണ്ടി എഴുതി. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ അനുമതിയോടെ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അന്ന് കൊടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്താണ്. ഇപ്പൊ ഇവർ വന്നിട്ട് ഇപ്പൊ 2.5 മാസമായില്ലേ, എന്നാ പിന്നെ കൊടുത്താൽ പോരെ. 1534 കോടി രൂപയുടെ കുറവ് തദ്ദേശ വിഹിതത്തിൽ UDF സർക്കാർ വരുത്തിയതോടെ പദ്ധതികൾ പുനഃക്രമീകരിച്ച് ഈ മാസം 31-നകം സമർപ്പിക്കാനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ജില്ലാതല ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ച് ശേഷിക്കുന്ന 8 മാസം കൊണ്ട് പദ്ധതികൾ എത്രമാത്രം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന ആശങ്കയും തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.